സമയമാറ്റത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി നേരിട്ട്. എക്സൈസ് മന്ത്രിയുടെ കൈവശമുള്ള ഫയലുകൾ വിളിച്ചുവരുത്തി. ഫയൽ നീക്കവും അസാധാരണ വേഗത്തിൽ. സമയമാറ്റം ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലെന്ന രേഖകൾ. പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായമെന്ന് എക്സൈസ് മന്ത്രി. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലെന്ന് സതീശൻ. എതിർപ്പുമായി KCBC-യും ഓർത്തഡോക്സ് സഭയും. PFI പരിശീലകനായിരുന്ന മൊയ്തീൻ കുട്ടി NIA-യുടെ പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. പിടിയിലായത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി അന്വേഷണം നടത്തുന്നതിനിടെ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തു. നടപടി കൈക്കൂലി വാങ്ങി എന്നതടക്കമുള്ള കുടുംബത്തിന്റെ ആരോപണത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും കണ്ഠരര് രാജീവർക്ക് ജാമ്യം. തന്ത്രിക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലെന്ന് നിരീക്ഷണം. ഉള്ളത് താന്ത്രിക അധികാരങ്ങൾ മാത്രമെന്ന് കൊല്ലം വിജിലൻസ് കോടതി. തന്ത്രി പുറത്തിറങ്ങുന്നത് 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിട്ടില്ലെന്ന് ഇഡിക്ക് മുന്നിൽ ജയറാമിന്റെ മൊഴി. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VA അരുൺകുമാർ. പാർട്ടി തീരുമാനം അനുസരിക്കുമെന്ന് അരുൺ. കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി ധീവരസഭ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചത് BJP എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ചയോടെ പ്രഖ്യാപിക്കുക. 30 മണ്ഡലങ്ങളിലെ പട്ടിക. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ പാലക്കാട്ടോ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്. വട്ടിയൂർക്കാവിൽ തീരുമാനമായില്ല. ഹിന്ദു കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ വേണമെന്ന നിർദ്ദേശവുമായി RSS. ഹിന്ദു ജനസംഖ്യയിലെ കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച് മോഹൻ ഭഗവത്. ജനസംഖ്യ തകർച്ച തടയണമെന്നും ആഹ്വാനം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടി. 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ച് ED. നടപടിയെടുത്തത് സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ.